ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇപ്പോൾ വീണ്ടും തായ്ലൻഡ് വീഡിയോസായിട്ട് വന്നിട്ടുള്ളത്. വീഡിയോസൊക്കെ ഇടുമായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട്. പക്ഷേ ഇട്ടിരുന്ന വീഡിയോസ് മ്യൂസിക് ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ഒരു വീഡിയോ ഇടുമ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നി. നമ്മൾ തായ്ലൻഡിലെ പട്ടായയിലത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം 2 ദിവസത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാങ്കോക്കിലോട്ട് എത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങളിലായിട്ട് ബാങ്കോക്കിലോട്ട് വരുന്നതിന് തൊട്ട് മുന്നേ ഉള്ള കുറച്ച് പ്ലേസുകളൊക്കെയാണ് ഞാൻ വോയിസ് റെക്കോർഡായിട്ടും പിന്നെ മ്യൂസിക് ആഡ് ചെയ്തിട്ടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ ഡേയിലുള്ള വിശേഷങ്ങളാണ് കേട്ടോ ആ കണ്ട വീഡിയോസൊക്കെ. അങ്ങനെ നമ്മൾ നേരെ വൈകിട്ട് രാത്രിയായപ്പോൾ ബാങ്കോക്കിലുള്ള നമ്മളുടെ ഹോട്ടലിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ഹോട്ടലെല്ലാം ആ റൂമും കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ എടുത്ത് വയ്ക്കണം. എന്തെങ്കിലും കംപ്ലൈൻറ്റുകളും കാര്യങ്ങളും മുൻകൂട്ടി കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ 16ാമത്തെ നിലയിലാണ് റൂം കിട്ടിയിട്ടുള്ളത്. 14ാമത്തെ നിലയിലാണ്ടാണ് അപ്പച്ചനും അമ്മയ്ക്കൊക്കെ റൂം കിട്ടിയിട്ടുള്ളത്. 16ാമത്തെ നിലയിൽ നിന്നിട്ട് കാണുന്ന ആ ഒരു രാത്രിയിലുള്ള നൈറ്റ് വ്യൂകളാണ് നിങ്ങൾ ഈ കാണുന്നതെല്ലാം. ഒരുപാട് വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് ഈ ഒരു ജനലിലൂടെ ഈ ഒരു ചില്ല് പാളികളിലൂടെ നമുക്ക് കാണാനായിട്ട് പറ്റും. മൊബൈലിലാണെങ്കിൽ വീഡിയോസ് എടുത്ത് എന്താ പറയുക, സ്പേസ് വളരെ കുറവാണ്. അങ്ങനെ ഞങ്ങൾ അന്ന് രാത്രി തന്നെ ഈ ഒരു ഹോട്ടലിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇറങ്ങി. ഞങ്ങൾ നേരെ പോയത് തൊട്ടപ്പുറത്തെ ഹോട്ടൽ ബിൽഡിങ്ങിലോട്ടാണ്. ഈ ഒരു ഹോട്ടൽ എന്ന് പറയുന്നത് 2 ബിൽഡിങ്ങുകൾ കൂടി കണക്റ്റഡ് ആയിട്ടുള്ള ഒരൊറ്റ ഹോട്ടലാണിത്. അപ്പോൾ നമ്മൾ കണക്ഷൻ ആ ഒരു വഴിയിലൂടെ നമ്മൾ പോവുകയാണ്. ആ പോകുന്ന വഴിക്ക് നമുക്ക് 10ാമത്തെ നിലയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ആ പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും, എന്താ പറയുക, കാർ പാർക്കിംഗ് ഏരിയ ഒക്കെ നമുക്കിവിടെ കാണാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇറങ്ങി. നമ്മൾ പട്ടായയിൽ കണ്ടതുപോലെ ഒരുപാട് കാണാൻ എന്ന് പറയാനൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ ബീവറേജ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവരുടെ ആ ഒരു എന്താ പറയുക, ഈ ഒരു ബീവറേജ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒരു വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെയും ഇതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഓർക്കിഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒറിജിനലാണ് കേട്ടോ, നല്ല സെറ്റിങ്സോട് കൂടി അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു. അങ്ങനെ ഞങ്ങൾ ആ ഒരു 10ാം നിലയിലുള്ള കാർ പാർക്കിംഗ് ഏരിയയിലോട്ട് ഞങ്ങൾ കടന്നു. അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും, ഇതിന് താഴെ ബിൽഡിങ്ങുകളാണ്. അതുപോലെ തന്നെ അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അറ്റത്ത് പോയി കഴിയുമ്പോൾ ഒരുപാട് വലിയ വലിയ ബിൽഡിങ്ങുകൾ കാണാം. പിന്നെ നമുക്ക് എന്താ പറയുക, റോഡ് കാണാം. റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഈ ഒരു കാർ പാർക്കിംഗ് ഏരിയയിലുള്ള ആ ഒരു കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് അടിയിലൊന്ന് നോക്കി. അപ്പോൾ റോഡ് ഇതേപോലെ കണക്ട് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഒരുപാട് വേറെ കൊച്ചു കൊച്ചു ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ ഇതൊക്കെയാണ് ഈ ഒരു ഹോട്ടലിൽ കാണാൻ പറ്റുന്ന വിശേഷങ്ങൾ. ഇതാണ് ആ ഒരു 2 ബിൽഡിങ്ങുകൾ എന്ന് പറയുന്നത്. ആദ്യത്തേതെന്ന് പറയുന്നത് ഈ ഒരു വലിയൊരു ബിൽഡിങ്ങും അതിനോട് കണക്റ്റഡ് ആയിട്ട് പോയിട്ടുള്ള ആ ഒരു പാലം കണ്ടോ, ആ ഒരു പാലം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ബ്രിഡ്ജ് എന്ന് വേണമെങ്കിൽ പറയാം. അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതാ അടുത്തൊരു ബിൽഡിങ്. ഈ ഒരു 2 ബിൽഡിങ്ങുകളും ഒരു ഹോട്ടൽ നെയിമാണ്. അപ്പോൾ 2 ബിൽഡിങ്ങുകളിലും ഒരുപാട് ആളുകൾ താമസമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബാങ്കോക്കിലെ ഹോട്ടൽ വിശേഷങ്ങൾ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.